വേൾഡ് കപ്പിൻ്റെ ഏറെക്കുറെ ഇനി അങ്ങോട്ടുള്ള പോരാട്ടങ്ങളുടെ പിക്ചർ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. ആരാണ് ഫൈനലിലെത്താൻ സാധ്യത, ആരിടയ്ക്ക് വീണു പോകാനായിട്ടുള്ള സാധ്യതയാണ് ഉള്ളത് എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, മെസ്സി റൊണാൾഡോ പോരാട്ടം നടക്കണമെങ്കിൽ രണ്ട് ടീമും ഫൈനലിലെത്തണം. ഒരു ബ്രസീൽ അർജൻറ്റീന പോരാട്ടം ഒരു പക്ഷേ സെമിയിലുണ്ടായേക്കാം. മെസ്സിക്ക് ഇനി അങ്ങോട്ടുള്ള പോക്ക് ഏറെക്കുറെ എളുപ്പമാണ്, റൊണാൾഡോയ്ക്ക് കഠിനമാണ്. ബ്രസീലിനും വേണമെങ്കിൽ സെമി വരെ എളുപ്പമാണ് കാര്യങ്ങൾ. അതേസമയം യമാലിന് കാര്യങ്ങൾ ഇമ്മിനി ബുദ്ധിമുട്ടാണ്, ഫ്രാൻസിന് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. ആദ്യത്തെ കാര്യം, ഈ രണ്ട് സെറ്റായിട്ടാണ് ഇത് വരുന്നത്. അതായത് ഒരു സൈഡിൽ 16, മറ്റേ സൈഡിൽ 16. ഈ സൈഡിലെ 16 ടീമുകൾ തമ്മിൽ കളിച്ച് ഒരു ടീം ഫൈനലിലേക്ക് എത്തുകയും ഈ സൈഡിലെ 16 ടീമുകൾ തമ്മിൽ കളിച്ച് ഒരു ടീം ഫൈനലിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ ഒരു സൈഡിലാണ് പോർച്ചുഗൽ വരുന്നത്, മറു സൈഡിലാണ് അർജൻറ്റീന വരുന്നത്. അർജൻറ്റീനയും ബ്രസീലും ഒക്കെ ഒരു സൈഡിൽ വരുമ്പോൾ ഫ്രാൻസും അതോടൊപ്പം തന്നെ പോർച്ചുഗലും സ്പെയിനും ഒക്കെ ഒരു സൈഡിലാണ് വരുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അർജൻറ്റീനയെ സംബന്ധിച്ച് ഇനി അങ്ങോട്ടുള്ള പോക്ക് ഏറെക്കുറെ എളുപ്പമാണ്. മെസ്സിയെ സംബന്ധിച്ച് മെസ്സിയുടെ അടുത്ത കളി എന്ന് പറയുന്നത് കേപ്പ് വെർദെയാണ്. കേപ്പ് വെർദെ ഈസി ആയിട്ട് അവർക്ക് അടിച്ചു കളയാൻ സാധിച്ചേക്കാം. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, കേപ്പ് വെർദെ ഒരു ടീമിനും ഈ ലോകകപ്പിൽ തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ആദ്യമായിട്ട് ലോകകപ്പ് കളിക്കാൻ വന്നിട്ട് 3 കളിയും സമനില പിടിച്ച് അവർ നോക്കൗട്ടിൽ എത്തിയതാണ്. അങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള യാത്ര മെസ്സിയെ സംബന്ധിച്ച് എളുപ്പമാണ്. അതേസമയം റൊണാൾഡോയെ സംബന്ധിച്ചുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ കളി ക്രൊയേഷ്യ. ഇനി എങ്ങാനും ക്രൊയേഷ്യ ആയിട്ട് ജയിച്ചാൽ അപ്പുറേ കാത്തിരിക്കുന്ന ആരായിരിക്കും? സ്പെയിനായിരിക്കും. അവിടെ സ്പെയിനുമായിട്ട് ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത കളി ഒരു പക്ഷേ USA ബെൽജിയമായിരിക്കാം. അവിടെ ബെൽജിയവുമായിട്ട് ജയിച്ചു കഴിഞ്ഞാൽ കാത്തിരിക്കുന്നത് ഫ്രാൻസോ ജർമ്മനിയോ, കഠിനമായിട്ടുള്ള ടോപ്പ് ടീംസ് കാത്തിരിക്കുന്ന ഒരു വഴിയെ വേണം ആർക്ക് പോകാൻ? റൊണാൾഡോയ്ക്ക് പോകാൻ. അതേസമയം മെസ്സിയെ സംബന്ധിച്ചുള്ള പോരാട്ടം ആദ്യത്തെ കേപ്പ് വെർദെയാണ്. അവരുമായിട്ട് ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത കാത്തിരിക്കുന്നത് ഓസ്ട്രേലിയയോ ഈജിപ്റ്റോ ആയിരിക്കും. അവരിന്ന് ജയിച്ചു കഴിഞ്ഞാൽ അവിടെ കാത്തിരിക്കുന്നത് കൊളംബിയയാണ്. അതായത് ക്വാർട്ടർ വരെ അല്ലെങ്കിൽ സെമി വരെ മെസ്സിക്ക് കാര്യങ്ങൾ എളുപ്പമാണ്, അല്ലെങ്കിൽ അട്ടിമറികൾ ഉണ്ടാവണം. അങ്ങനെ അവർ സെമിയിലെത്തിക്കഴിഞ്ഞാൽ അവിടെ അവർക്ക് പോരാട്ടം വരുന്നത് ബ്രസീലുമായിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ക്ലാസിക് പോരാട്ടം, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ വൈരികളുടെ പോരാട്ടം എന്നൊക്കെ പറയാവുന്ന ബ്രസീൽ അർജൻറ്റീന പോരാട്ടം സെമിയിൽ നടക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും, ഒരു 85 to 90% സാധ്യത നിലവിലുണ്ട് എന്നുള്ളതാണ് കാര്യം. അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിൽ ഒരു പോരാട്ടം ഈ ലോകകപ്പിൽ തന്നെ കാണാനായിട്ട് സാധിച്ചേക്കും. ഫ്രാൻസിന് ആദ്യത്തെ കളി സ്വീഡനുമായിട്ടാണ്. അത് ജയിച്ചാൽ ജർമ്മനിയായിട്ട് ഒരു കളി വരും. ജർമ്മനിയായിട്ട് ജയിച്ചു കഴിഞ്ഞാൽ അപ്പുറം വരുന്ന നെതർലാൻഡ്സുമായിട്ട് കളി വരാനായിട്ടാണ് സാധ്യത. അവിടുന്ന് വന്നു കഴിഞ്ഞാൽ സെമി ഫൈനലിൽ റൊണാൾഡോയുമായിട്ട് പോരാട്ടം വരും. സത്യത്തിൽ ഈ ജയവും തോൽവിയും ഒക്കെ കാര്യമായിട്ട് ഇന്ന് നടന്ന ജയവും തോൽവിയും ഒക്കെ ഏറ്റവും ബാധിച്ചേക്കുന്നത് ഫ്രാൻസിനെയും അതോടൊപ്പം തന്നെ റൊണാൾഡോയും ഒക്കെയാണ്. ഇന്ന് റൊണാൾഡോയുടെ ടീം ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരു അർജൻറ്റീന വേഴ്സസ് പോർച്ചുഗൽ പോരാട്ടം, റൊണാൾഡോ വേഴ്സസ് മെസ്സി പോരാട്ടം സെമി ഫൈനലോ അല്ലെങ്കിൽ ക്വാർട്ടർ ഫൈനലോ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ടായിരുന്നു. അത് ഒരു 100% ഒരു വേൾഡ് കപ്പിൽ മെസ്സി വേഴ്സസ് റൊണാൾഡോ പോരാട്ടം ഉറപ്പിച്ചിരുന്ന സമയത്താണ് ഈ പറയുന്ന രീതിയിൽ ഇന്ന് രാവിലെ പോർച്ചുഗലിന് ജയിക്കാനാവാത്ത സാഹചര്യം വന്നതും കൊളംബിയ ടീം ഗ്രൂപ്പ് ലീഡേഴ്സായിട്ട്, ഗ്രൂപ്പ് ടോപ്പേഴ്സായിട്ട് വേൾഡ് കപ്പിലേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്. നിലവിൽ നമുക്ക് പറയാം, ബ്രസീലിന് സെമി എളുപ്പമാണ്, അർജൻറ്റീനയ്ക്ക് സെമി എളുപ്പമാണ്. ഇപ്പോഴത്തെ സൈഡിലേക്ക് വന്നാൽ ഫ്രാൻസിന് ഒരു പരിധി വരെ, ഫ്രാൻസിന് ആ ജർമ്മനിയൊക്കെ തോപ്പിച്ച് കടന്നു വരാൻ, ജർമ്മനിയെ തോപ്പിച്ചാൽ നെതർലൻഡ്സൊക്കെ ഉണ്ട്, അവിടെ ഡിഫിക്കൽട്ടാണ്. ഇപ്പോഴത്തെ സൈഡ് ഫുൾ ഡിഫിക്കൽട്ടാണ്. പോർച്ചുഗലിന് ഡിഫിക്കൽട്ടാണ്. പോർച്ചുഗലോ സ്പെയിനോ ഒരു ടീമേ സെമി കാണുകയുള്ളൂ. ജർമ്മനിയോ ഫ്രാൻസോ നെതർലൻഡ്സോ ഒരു ടീമേ സെമി കാണുകയുള്ളൂ. ഇതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഫാക്ടർ. എന്തായാലും ഒരു ക്ലാസിക് പോരാട്ടം എല്ലാവരും കളിച്ച് ഒരു മെസ്സി റൊണാൾഡോ ഫൈനൽ ഉണ്ടായാൽ ലോകം അന്ന് സ്തംഭിക്കുന്ന ദിവസമായിരിക്കും.